ഹലോ. ആ ആ മനസ്സിലായി. മെസ്സേജ് ആ ഹലോ, കേക്കാവോ? കേൾക്കാം. മെസ്സേജ് അയച്ചില്ലേ? ആ ഓക്കെ ഓക്കെ, സ്റ്റോറി പറയാൻ ഉണ്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരി. അതെ 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 അതെ. ഓക്കെ, എവിടെയാണ് സ്ഥലം? സ്ഥലം പറയണോണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ കേൾക്കുന്നുണ്ടാവും. അപ്പോ ഞാൻ പറയുകയാണ്, ഇത് പുള്ളിക്കാരിക്ക് പേര് ഒന്ന് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോ പുള്ളിക്കാരിയുടെ ഒരു ജീവിതം നമുക്ക് കേൾക്കാം. അതെ, എന്റെ പേര് റിവീൽ ചെയ്യുന്നില്ല, എന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ആൻഡ് എന്റെ സ്ഥലം മാത്രം ഞാൻ വേണമെങ്കിൽ പറയാം. എന്റെ സ്ഥലം കൊല്ലമാണ്. കൊല്ലം. അതെ, എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ ബേസിക്കലി. പിന്നെ എന്റെ കല്യാണം നേരത്തെ ആയിരുന്നു. 5 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചത്. ഞങ്ങള് വീട്ടിൽ അടികൂടി ഒക്കെയാണ്. എന്തോ വീട്ടിൽ ഒരുപാട് ഫൈറ്റ് ഒക്കെ ചെയ്താണ് കല്യാണം കഴിച്ചത്. വീട്ടില് ഫൈറ്റ് ചെയ്തിരുന്നു, പക്ഷെ വീട്ടില് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ എന്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരമാണ് പുള്ളിയെ കല്യാണം കഴിച്ചത്. ഞങ്ങൾ രണ്ട് കാസ്റ്റ് ആണ്. ഹിന്ദു തന്നെയാണെങ്കിലും വ്യത്യാസമാണ്. ഞാൻ ഹിന്ദു നായരാണ്, ഹസ്ബൻഡ് ഹിന്ദു ഈഴവയാണ്. സോ അപ്പോ കാസ്റ്റിന്റെ ഒരു ഇഷ്യൂസ്. പിന്നെ അറിയാലോ, കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലി ഒന്നും അത്രയും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എത്രാം വയസ്സിലായിരുന്നു പ്രണയം? ഞാൻ എന്റെ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ക്വാളിഫിക്കേഷനും എന്റെ ഡീറ്റെയിൽസും ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണെന്ന് മാത്രം പറയാം. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഇപ്പൊ ഞാൻ ഓൺഗോയിങ് ആണ്. സോ ആ സമയത്ത് ഞാൻ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഫസ്റ്റ് ഇയർ തൊട്ടാണ് പുള്ളിയെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും 2 ഡിസ്ട്രിക്റ്റ് ആണ്. സോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കെയർ ഓഫിലാണ് പുള്ളിനെ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പം എന്റെ ഫ്രണ്ടിന്റെ ബ്രദറാണ്. സോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിചയം കാരണമാണ് ഞങ്ങൾ കമ്പനി ആയത്. പിന്നെ എനിക്കൊരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ, തോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഡിസ്റ്റർബൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. വീട്ടിൽ ഫൈറ്റ് ഒക്കെ ചെയ്ത് സമ്മതിച്ചില്ല. സോ പിന്നെ ഞങ്ങൾ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങി, കല്യാണം നടന്നു. ഈ 5 വർഷം കണ്ട ഒരു വ്യക്തിയിൽ നിന്നും തികച്ചും ഒരു ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ ഹസ്ബൻഡ്. ഏജ് എങ്ങനെയായിരുന്നു? ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു? ഞങ്ങൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ഞങ്ങൾ തമ്മിൽ 3-4 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഞങ്ങളൊരു ഡാപോടാ ബന്ധമായിരുന്നു ബേസിക്കലി. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു ഞങ്ങളുടെ ലൈഫ്. ഏത് വർഷമായിരുന്നു മാരേജ്? എന്തോ? ഏത് വർഷമായിരുന്നു മാരേജ്? 2017. അതെ, അപ്പോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ കോഴ്സ്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഹസ്ബൻഡിന്റെ ഫാമിലി അത്ര അങ്ങോട്ട് സപ്പോർട്ടീവ് അല്ലായിരുന്നു. സപ്പോർട്ടീവ് അല്ല കഴിഞ്ഞാൽ കാസ്റ്റിന്റെ ഒരു ഇഷ്യൂസ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു. അവരുടെ കാസ്റ്റിലോട്ട് മാറണം എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ പുള്ളി എന്നെ സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ, പുള്ളി എന്നെ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ എന്താ അമ്മായിയമ്മ നാത്തൂൻ പീഡന അതൊക്കെ സെയിം സിമിലാരിറ്റി ഇവിടെ നടന്നിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്ത് പുള്ളി എന്നെ പുറത്തൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാനും പുള്ളിയും കൂടെ സെപ്പറേറ്റ് ഒരു വീടൊക്കെ എടുത്ത് മാറി. അപ്പൊ ഹസ്ബൻഡിന്റെ ഫാമിലി അത്യാവശ്യം നല്ല റിച്ച് ആണ്. അതെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാര് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തു? യെസ്, അക്സെപ്റ്റ് ചെയ്തത് എപ്പോഴാന്ന് വെച്ചാല് പ്രഗ്നൻസി ടൈം ആയപ്പോഴാണ്. എനിക്കൊരു മോനുണ്ട്. മോന് 7 വയസ്സായി. അപ്പൊ ആ ടൈം ആയപ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്തു. എന്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്തു, പുള്ളിയുടെ ഫാമിലി പിന്നെന്താ കുറെ, എന്നാലും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ട് ഞാനത് പറയുന്നത്. പുള്ളിയുടെ ഡിസ്ട്രിക്റ്റില് എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോ, മീൻസ് അവിടെ താഴ്ന്ന പ്രദേശമൊക്കെയാണ്. അപ്പോ ഇങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ എന്റെ ഫാമിലിയിലോട്ട് കൺവേർട്ട് ചെയ്തു.
ഫാമിലിയിലോട്ട് തിരിച്ചു വന്നു. എന്റെ ഫാമിലിയിലോട്ട് തിരിച്ചു വന്നു. എന്റെ നാട്ടിലോട്ട് ഞാൻ തിരിച്ചു വന്നു, കൊല്ലത്തോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നതെന്ന് പറഞ്ഞാല് കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു? ഇല്ല, ഞങ്ങൾ സെപ്പറേറ്റ് താമസിക്കുന്ന സമയം വരെയും ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലീസ് തമ്മിൽ സ്റ്റാർട്ട് ചെയ്ത് കമ്പനി ആയതിനു ശേഷമാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് വീണ്ടും. അപ്പൊ പുള്ളിയുടെ ഫാമിലി സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങി. പുള്ളിയെ കുറെ നമ്മൾ കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മാറ്റം വന്നു തുടങ്ങി പുള്ളിക്ക്. ഫ്രണ്ട്ഷിപ്പായി. പിന്നെ പുള്ളി നല്ലൊരു മദ്യപാനിയായി. മദ്യപാനിയായെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി നല്ലതുപോലെ കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. എന്നെ ബേസിക്കലി ആ ഒരു വർഷം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിനുശേഷം പുള്ളി എന്നെ നോക്കിയിട്ടേ ഇല്ല. പിന്നെ എന്റെ ഫാമിലി ആയിരുന്നു. എന്റെ ഫാമിലി ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നത് കണ്ടിട്ട് എന്റെ ഫാമിലിയാണ് എന്നെ നോക്കിയതും ഒക്കെ. പിന്നെ കുഞ്ഞിന് ഒരു 2 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ഡിവോഴ്സിന് കൊടുക്കുന്ന സമയം വരെ പുള്ളി എനിക്ക് 1 രൂപ പോലും ചെലവിന് തന്നിട്ടില്ല. ഈവൻ എന്റെ കുഞ്ഞിന് ഒരു ഫുഡ് മേടിക്കാനോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കാൻ പോലും പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഹെൽപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. പുള്ളിയുടെ കൂടെ ജീവിച്ചാലും പുള്ളി ഇങ്ങനെ ഉപദ്രവം, ശാരീരികമായിട്ടുള്ള ഉപദ്രവം, മാനസികമായിട്ടുള്ള ഉപദ്രവം, പിന്നെ കഴിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങള്. പുള്ളി കഴിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കോപാത്ത് ആണ്. എന്തോ ഫ്രണ്ട്സിന്റെ കൂടെ പോയിരുന്നാണോ കുടിക്കുന്നതൊക്കെ? ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ട്. പിന്നെ പുള്ളി ഫുള്ള് കിട്ടുന്ന സാലറി അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ പുള്ളി 1 രൂപ പോലും നമുക്ക് തരത്തില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എന്റെ ഡ്രസ്സാണെങ്കിലും എന്റെ കുഞ്ഞിന്റെ ഡ്രസ്സാണെങ്കിലും ഒക്കെ വാങ്ങിക്കുന്നതും ഒക്കെ. ഈവൻ ഒരു ഓണം വന്നാൽ പോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ഉടുപ്പോ അങ്ങനെയൊന്നും എനിക്ക് നിമിഷം വരെയും കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം, എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കണം, അങ്ങനെയാണ്. അപ്പൊ കുഞ്ഞ് പഠിച്ചൊരു വിദ്യാഭ്യാസമൊക്കെ എത്തുന്ന സമയമൊക്കെ ആയപ്പോ അത്യാവശ്യം ഞാൻ നല്ലൊരു സ്കൂളിലൊക്കെ കൊണ്ടാക്കാനായിട്ട് നിന്നു. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സ്കൂളിലാണ് കൊണ്ടാക്കാൻ നിന്നത്. അപ്പൊ ഒരു അച്ഛൻ എന്ന നിലയില് പുള്ളി പറഞ്ഞ കാര്യം, സാമ്പത്തികമായിട്ട് അത്രയും ഉയർന്നു നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ സ്കൂളിൽ കൊണ്ടാക്കാവൂ, അല്ലെങ്കിൽ കൊണ്ടാക്കത്തിന്റെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെയൊക്കെ പുള്ളി ഒരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസം പോലും ഹെൽപ്പ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. സ്കൂള് തുറന്നാൽ ഒരു ബാഗോ ബുക്കോ ഒന്നും മനസ്സിലില്ല. ഇത് തന്നെ കണ്ടിന്യൂസ്ലി ഉപദ്രവം. അതെല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. 1 രൂപ പോലും ചെലവിന് തന്നില്ല. എല്ലാം നമ്മൾ തന്നെ എല്ലാം ചെയ്തു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പുള്ളിയുടെ വീട്ടുകാരുമായിട്ട് ഒരുപാട് അങ്ങ് അടുത്തപ്പോ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. ബേസിക്കലി ഞാൻ പുള്ളിയും തമ്മിൽ നല്ല വ്യത്യാസമാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത ഒരു വൈറ്റ് ഷെയ്ഡാണ്. അത്യാവശ്യം കളർ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കളർ മാത്രമേ എനിക്കുള്ളൂ. ആ ഒരു ഇതാണ്. അപ്പൊ കാസ്റ്റ്, കളറ്, അങ്ങനെ ഒരുപാട് ടോർച്ചറിങ് കിട്ടി തുടങ്ങി. ഇതെല്ലാം നമ്മൾ സഹിച്ച് ക്ഷമിച്ച് നിന്നത് ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ടാണ്. അവന്റെ കാര്യങ്ങൾ ഓരോ അച്ഛൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ കുഞ്ഞ് ജനിക്കും വരെ ഓക്കെ ആയിരുന്നു. കുഞ്ഞ് ജനിച്ചു. അവനോട് സ്നേഹമാണ്. ഈ നിമിഷം വരെയും അവനോട് സ്നേഹമാണ്. അവനൊന്നും കൊടുക്കത്തില്ലെങ്കിലും അവനോട് സ്നേഹമാണ്. അവനും തിരിച്ചങ്ങനെ സ്നേഹമാണ്. പക്ഷെ എന്താണ് ഇതാണ് ഇഷ്യൂ. ഇതാണ് പിന്നെ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ടോർച്ചറിങ് ആയി. ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് നമ്മൾ നിന്നപ്പോ നമ്മളെ വേണ്ട എന്നും പറഞ്ഞ് വേറൊരു വ്യക്തിയെ കണ്ടുപിടിച്ചു. അതെ, വേറൊരു റിലേഷനിലായി. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ ആയിരുന്നില്ല. കുറെ നമ്മൾ ട്രൈ ചെയ്തു, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ നോക്കരുത്, അത് വീട് നമുക്ക് വേറെ ഒരുമിച്ച് ജീവിക്കാം. ഒരുപാട് സാക്രിഫൈസ് ചെയ്തു, ഒരുപാട്. പക്ഷെ പുള്ളിയുടെ ഫാമിലിയും അത് സപ്പോർട്ടീവ് ആയിരുന്നു. അത് ഒരേ കാസ്റ്റ് ആയിരുന്നു.
എന്തോ? അത് സെയിം കാസ്റ്റ് ആയിരുന്നു? സെയിം കാസ്റ്റ് ആണ്. അവള് അത്യാവശ്യം റിച്ച് ആണ്. അവള് അബ്രോഡിലെ നേഴ്സാണ്. അപ്പം ഇവര് ആദ്യമേ ഇതെനിക്കറിയില്ലായിരുന്നു. ആദ്യമേ ഇവര് കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നതായിരുന്നു ഈ ഇവളുമായിട്ട്, അബ്രോഡിലെ നേഴ്സുമായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചതാണ്. പക്ഷെ എന്നെ എന്റെ ഫ്രണ്ടും കൊണ്ട് ചതിയിൽ വീഴ്ത്തിയതാണ്. അവളുമായിട്ട് എന്തോ പ്രശ്നമായി, വീട്ടിൽ ഫാമിലി സമ്മതിക്കാതിരിക്കുന്ന സമയത്തായിരുന്നു പുള്ളിയും ഞാനും തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് മാറിയത്. പിന്നെ അവള് വീണ്ടും വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തപ്പോ വീണ്ടും അവളുടെ അടുത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ ഞാൻ മെസ്സേജ് ഫോണിൽ നോക്കുമ്പോ അവളുടെ മെസ്സേജ് കാണുക, അവള് വിളിക്കുക, വീഡിയോ കോളിങ്. അപ്പൊ നമ്മള് കൂടെ താമസിക്കുമ്പോ പോലും പുള്ളി അവളുമായിട്ട് കമ്പനി എന്ന് പറയുമ്പോ അറിയാലോ, ഇത് എന്ന നിലയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പുള്ളി എന്നെ ഒന്ന് ശ്രദ്ധിക്കാറ് പോലുമില്ല പുള്ളി. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോ ബേസിക്കലി ഞങ്ങളൊരു 2 വർഷത്തോളമായി സെപ്പറേറ്റ് എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ തന്നെ സെപ്പറേറ്റഡ് ആയത് 2 വർഷത്തോളമായി. ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും, അങ്ങനെയുള്ള ഒരു ഇതായി. അവസാനം പുള്ളിക്കാരി മതി എന്നുള്ള ഒരു സിറ്റുവേഷൻ എന്നോട് തുറന്നു പറഞ്ഞു. ഇതേപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, എനിക്ക് അവളുമായിട്ട് ജീവിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ തമ്മിലൊരു ഇത് വന്നത്. ഇപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. 1 വർഷം ആകാൻ പോകുന്നു സെപ്പറേറ്റഡ് ആകാൻ തുടങ്ങിയിട്ട്. കേസ് കൊടുത്തിട്ടുണ്ട്, ഇതുവരെ വിളിച്ചിട്ടില്ല. മ്യൂച്വൽ കൺസെന്റ് ആയിരുന്നു ആദ്യമേ കൊടുക്കാന്ന് വെച്ചത്. പക്ഷെ മ്യൂച്വൽ കൺസെന്റ് കൊടുത്താൽ ഇത്രയും നാള് നമ്മളെ ജീവിച്ചതും എല്ലാം പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിന് ഒന്നും അല്ലാതാവുമല്ലോ. അപ്പം പിന്നെ പുള്ളി എനിക്ക് ചെലവിന് കുഞ്ഞിന്റെ ഇതിനൊന്നും തരില്ല. അപ്പം ആ ഒരു രീതി ആയതുകൊണ്ട് മ്യൂച്വൽ കൺസെന്റ് ഞാൻ കൊടുത്തില്ല. അല്ലാതാണ് ഞാൻ കേസ് കൊടുത്തേക്കുന്നത്. അപ്പം പുള്ളി ചെലവിനൊന്നും തരില്ല, കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ കുഞ്ഞിന്റെ പേരിൽ ഇട്ടേക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഞാനത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവന് കിട്ടേണ്ടതല്ലേ, അത്യാവശ്യം നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവന് എന്തെങ്കിലും കിട്ടണ്ടേ, ആ ഒരു രീതിയിലാണ്. ആൻഡ് അവരുടെ വീട്ടുകാർ പറഞ്ഞു കുഞ്ഞിന്റെ അച്ഛനും എപ്പോ വേണമെങ്കിലും അവരുടെ വീട്ടിൽ ചെല്ലാം, ഞാൻ മാത്രം ചെല്ലരുത്, ആ ഒരു രീതിയിൽ വരെ പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ വീണ്ടും മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇതാണ്. അപ്പൊ ഇതാണ് ഇതുവരെയുള്ള സംഭവിച്ച കാര്യങ്ങളല്ലേ? അതെ അതെ. നിങ്ങള് പുള്ളിക്കാരന് വേണ്ടി മാറിക്കൊടുക്കുകയാണ്. നമ്മളെ വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പുള്ളി സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നമുക്കതല്ലേ വേണ്ടത്. നമ്മളിവിടെ ഇത്രയും ജീവിച്ചിട്ട് പുള്ളിക്ക് എന്റെ കയ്യിൽ കിട്ടാത്ത സന്തോഷം മറ്റൊരാളുടെ കിട്ടുവാണെങ്കിൽ പുള്ളി ജീവിക്കുന്നതല്ലേ നല്ലത്. അതൊക്കെ പറഞ്ഞാൽ എന്റെ മോന്റെ അച്ഛനല്ലേ. പുള്ളിയുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. അതെ, തീർച്ചയായും. നല്ല കാര്യം. ഞാൻ ആരുടെ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. നമുക്ക് ഒരാളെയും പിടിച്ച് നിർത്താൻ പറ്റത്തില്ലല്ലോ ഒരിക്കലും. അതെ, സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാനോ ഒന്നും കഴിയണല്ല. അവർക്ക് പോണമെന്നുള്ളപ്പം വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഞാൻ പലരിടത്തും പറയുന്ന കൊടുക്കുന്ന ഉപദേശം. അതല്ലാതെ നമ്മള് പരസ്പരം അടിയും കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ ഇത്രയും കാലം ജീവിച്ചതല്ല, അടിയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് അവരുടെ ലൈഫ് നമ്മുടെ ലൈഫും കൂടെ സ്പോയിൽ ചെയ്യുന്ന എന്തിനാ? നമുക്ക് ഇത്രയും നാള് നമ്മുടെ കൂടെ ജീവിച്ചിട്ട് പുള്ളിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ആ സന്തോഷം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. അതില് 2 കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫ് പുള്ളിക്ക് വേണ്ടി ഇത്രയും കാലം മാറ്റി വെച്ചിട്ട് അത് നിങ്ങളുടെ ലൈഫും സ്പോയിൽ ആവുന്നത് പോലെയല്ലേ? അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതെന്തിനാ എവിടെയാണോ ഞാൻ ഒരാളെ സന്തോഷിപ്പിച്ചിട്ട് അയാള് ഹാപ്പി ആവുകയാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യമില്ല. ഇപ്പൊ ഞാൻ പിടിച്ചു വെച്ചിട്ട് ഒരാളോട് എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പുള്ളി കുഞ്ഞിനെ വിചാരിച്ചിട്ട്
സ്നേഹിക്കുമായിരിക്കും. പക്ഷെ നമ്മളത് വെച്ചിട്ട് കാര്യമില്ല. എന്തിനാ പിന്നെ വെറുതെ? അത് മാത്രമേ നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ റിലേഷൻഷിപ്പിന് നമ്മൾ അത്രയും പ്യുവർ ആയിരിക്കണം. പുള്ളി അതിൽ പ്യുവറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു 2 വർഷത്തോളം ഞങ്ങൾ ഒരു റൂമിൽ താമസിച്ചിരുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള 2 പേരാ. ആ കാലഘട്ടം ആയിരിക്കുമല്ലേ ഏറ്റവും പെയിൻഫുൾ? രണ്ടുപേര് ഒരേ റൂം ഒരേ വീട്ടില് സംസാരിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീലാ. അതൊരു വല്ലാത്ത ഫീൽ. അത് നമ്മള് എല്ലാരും കൂടെ ഉള്ളപ്പോ ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതെ അതെ, ഭയങ്കര ഫീൽ. അത് നമുക്ക് 2 വർഷമൊക്കെ ഇങ്ങനെ സംസാരിക്കാതെ ജീവിച്ചു എന്ന് പറയുമ്പോഴേ ഭയങ്കര എന്താ. സംസാരിക്കത്തില്ലെന്നല്ല, സംസാരിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പൊ എവിടെയെങ്കിലും പോകണമെങ്കിൽ പുള്ളിയുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. അതേപോലെ പുള്ളി പുറമേ നോക്കുമ്പോ അവര് തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, അവരങ്ങനെയാണ്, അടിയാണെങ്കിലും വഴക്കാണെങ്കിലും സ്നേഹമാണ് എന്ന് പറയും. പക്ഷെ നമുക്കേ അറിയൂ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ആരുടെ അടുത്ത് പറയാൻ പറ്റില്ല. പുള്ളി വാടക പുള്ളി കൊടുക്കുമായിരുന്നു. വാടക നിന്ന സമയത്ത് ആ 1 വർഷം പുള്ളി എന്നെ പൊന്നുപോലെ നോക്കി. എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാനന്ന് ജോലിക്കൊന്നും പോയില്ല. പുള്ളി തന്നെയാണ് എന്നെ നോക്കിയതും എല്ലാം ചെയ്തതും പുള്ളി തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പുള്ളി തന്നെയാണ് എന്നെ നോക്കിയത്. അതിനുശേഷം മോൻ ജനിച്ചതിന് ശേഷമാണ്, ഫാമിലി ഒക്കെ വന്നതിന് ശേഷമാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒന്നും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മള് പ്രശ്നം ഒരു വീട്ടിൽ വെച്ചിട്ട് 2 പേര് 2 അടുപ്പുണ്ടാക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മൾ മാറിക്കൊടുക്കണമല്ലോ. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാനും പുള്ളിയും സെപ്പറേറ്റ് ഒരു വാടക വീട്ടിലോട്ട് പോയത്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇവനുമായിട്ട് ഇവനെ എടുത്തോണ്ട്, അവിടെ വീടിന്റെ അടുത്ത് തന്നെയാണ്, ഇവനെ എടുത്തോണ്ട് പോകും, ഇവനുമായിട്ട് കമ്പനിയായി, ഇവനെ വിളിക്കാൻ അവന്റെ അച്ഛൻ പോകും. അങ്ങനെയൊക്കെ ആയാണ് വീണ്ടും അവരുമായിട്ട് അടുത്തത്. അപ്പൊ അടുത്തടുത്ത് വന്നപ്പോ അവർക്ക് ഞാൻ കാസ്റ്റ് മാറിയില്ല, അത് വേറൊരു കാര്യം. പിന്നെ എല്ലാം കൊണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അവര് അത് പറഞ്ഞു വിഷ് ചെയ്തു. പിന്നെ വൈൻഡപ്പൊക്കെ ആകുന്ന സമയമായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അങ്ങനൊന്നും ചെയ്യണ്ട, അവന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരവും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. കാര്യം അവളുമായിട്ട് കമ്പനിയായി, ചാറ്റിംഗ് ആയി. ഈ നിങ്ങള് ഈ വീണ്ടും നിങ്ങളുടെ വീട്ടിലോട്ട് അടുത്തെന്ന് പറഞ്ഞില്ലേ, അപ്പം പുള്ളിക്കാരനും നിങ്ങളുടെ വീട്ടുകാരും തമ്മിലുള്ള അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? ബേസിക്കലി പുള്ളി എന്റെ ഫാമിലിയായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ല. അതെ, എന്റെ അക്സെപ്റ്റബിൾ അല്ല. എന്റെ അച്ഛനായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും അങ്ങോട്ട് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ സംസാരിക്കണമല്ലോ, സോ അങ്ങനെ സംസാരിക്കുന്നല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, നൈസ് സ്റ്റോറി. അപ്പൊ ഇപ്പൊ ഡിവോഴ്സിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ശരില്ല. ഇപ്പൊ ഡിവോഴ്സിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഡിവോഴ്സിനെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം കൺഫേം ആയതിനു ശേഷം മാത്രമേ, ഇത്രയും നാളെ നമ്മൾ സഹിച്ചില്ല. ഇനിയിപ്പോ അവന് വേണ്ടിയിട്ടുള്ള മോന് എന്തെങ്കിലും തരണം, അത് മാത്രമേ, അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മള് എന്താന്ന് വെച്ചാൽ ചെയ്യൂ. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലീഗലി നമ്മള് മ്യൂച്വലി തന്നെ കൊടുക്കും. അതല്ല പുള്ളി ഇപ്പൊ ഒന്നും പറയുന്നില്ല. പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പൈസ തന്ന അതില്ല, ഞാൻ എന്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുമല്ലോ. സോ അവൻ 18 വയസ്സ് തികയുന്ന സമയത്ത് അവന് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവന്റെ വീട് പോട്ടെ. നിങ്ങളുടെ ലൈഫ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ജോലിയും കാര്യങ്ങളുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയി കുറച്ചു കാലം ജീവിക്കട്ടെ, ജീവിക്കാൻ സാധിക്കട്ടെ. ഒരു നല്ലൊരു ജീവിതം എന്താണ് ഇനി വരട്ടെ. ഇനിയൊരു ലൈഫ് വേണ്ട. അയ്യോ, അതൊക്കെ മാറും. മനസ്സ് നമ്മള് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കത്തില്ല. അതല്ല, നിങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് വിവാഹം ആ പുള്ളിക്കാരനെ കഴിക്കണമെന്നല്ലേ, ഒരിക്കലും നമ്മൾ പിരിയൂലെന്നല്ലേ വിചാരിച്ചിട്ടുണ്ട്. പിന്നീട് പിരിഞ്ഞില്ല. അപ്പം നമ്മൾ കാലങ്ങൾ മാറ്റും. നമുക്ക് അങ്ങനെയുള്ള വിശ്വാസം പോയി. എല്ലാരും അങ്ങനെ തന്നെയാ. ചൂടുവെള്ളത്തിൽ വീഴുന്ന പൈസ ഒരിക്കലും പച്ചവെള്ളം കണ്ടാൽ പോലും പേടിക്കും. ആ ഒരവസ്ഥ. പുറമേ നമ്മള് ഒരുപാട് സന്തോഷിക്കും, ചിരിച്ച് കളിച്ച് ഇതൊക്കെ നിൽക്കുമ്പോൾ രാത്രിയിൽ നമ്മൾ മാത്രമേ കാണൂ നമ്മുടെ സങ്കടം.
അപ്പൊ ഇനി വേറൊരു ലൈഫിലോട്ട് പോയി ഇതെല്ലാം അവസ്ഥ ഒരു ഹാപ്പി ആയിട്ട് പോവാണ്. അത് പോട്ടെ. പോട്ടെ, തൽക്കാലം പോട്ടെ. ഒരു നല്ലൊരു ലൈഫ് എന്താണ് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഡിവോഴ്സ് ഗ്രൂപ്പിന്റെ ഭാഗ. എന്തായാലും ഇതൊക്കെ അത്രയ്ക്ക് സന്തോഷമുള്ള സ്റ്റോറികളല്ല, എന്നാലും നിങ്ങൾ അതിൽ നിന്ന് കരകയറിയല്ലോ. കരകയറാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് ചാടിയല്ല. നിങ്ങൾ പോസിറ്റീവ് തോട്ടൊക്കെ കൊള്ളാം. അങ്ങനെ തന്നെ ലൈഫ് പോസിറ്റീവായിട്ട് തന്നെ പോട്ടെ. ഓക്കെ ഓക്കെ, ശരി, ബൈ. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ.